ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ബാക്ക് ടു ഷാന സ്പൈസസ്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് കെയിൽ കൊണ്ടൊരു റെസിപ്പിയാണ്, കെയിൽ തോരൻ. കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ കെയിൽ? കെയിൽ ഒരു പ്രത്യേക തരം ലീഫി വെജിറ്റബിൾ ആണ്. കിങ് ഓഫ് ലീഫി വെജിറ്റബിൾസ് എന്ന് അറിയപ്പെടുന്നതാണ്. ഇത് പിന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ്. ഏറ്റവും ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. വൈറ്റമിൻ സിൻ്റെ നല്ലൊരു സോഴ്സ്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹാർട്ട് ഡിസീസ് കുറയ്ക്കാൻ ചാൻസ് കൂടുതലുണ്ട് ഇത് നമ്മുടെ ഡയറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ. വൈറ്റമിൻ കെ, ബീറ്റ കാരറ്റീൻ, അങ്ങനത്തെ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. പിന്നെ ക്യാൻസർ ഫൈറ്റിംഗ് പ്രോപ്പർട്ടീസ് ഇതിനെ അറിയപ്പെടുന്നതാണ്. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് നല്ലതാണെന്ന് റിസർച്ച് ഉണ്ട്. പിന്നെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെജിറ്റബിളും കൂടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഡയറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. കിങ് ഓഫ് ലീഫി വെജിറ്റബിൾസ്, സൂപ്പർ ഫുഡ്സിൽ പെടുന്ന ഈ കെയിലിനൊരു ലൈറ്റായിട്ടൊരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അത് കുക്ക് ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ്. ചില തരം ചീരയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ബ്രോക്കലിയുടെ ഒരു ഫ്ലേവറൊക്കെ ചിലപ്പോൾ തോന്നും. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് കെയിൽ തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. മിക്കയിടത്തും ഓർഗാനിക് ഫുഡ് സെക്ഷനിൽ കെയിൽ വളരെ പോപ്പുലറാണ്. കിട്ടാൻ ഭയങ്കര ഈസിയാണ്. ഒരു 4 വെറൈറ്റീസ് ഓഫ് കെയിലുണ്ട്. ഈ കാണുന്നത് കേളി കെയിലാണ്. ഇത് കൂടുതൽ കോമൺ ആണ്. കുക്കിങ്ങിനും ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് ഇതാണ്. കെയിൽ പിന്നെ സാലഡ്സിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയിലും നമ്മുടെ നാട്ടിലും പലയിടത്തും കെയിലിൻ്റെ കൃഷി ഉണ്ട്. അന്വേഷിച്ചാൽ ഇത് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കെയിൽ വെച്ചിട്ട് തോരനാണ്, കെയിൽ തോരൻ. അപ്പോൾ ഇത് ഒരു വലിയ ബഞ്ചായിട്ടാണ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നത്. വലിയൊരു ബഞ്ച്, ഇതൊരു 100-150 ഗ്രാമൊക്കെ ഉണ്ടാവും. ഈ ഒരു വലിയ ബഞ്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റെമ്മിൽ നിന്ന് ഇതിൻ്റെ ലീഫ് പറിച്ചെടുക്കണം. സ്റ്റെമ്മ് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടഫാണ്. ചില റെസിപ്പീസിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ തോരന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ഇലകൾ മാത്രം എടുക്കുന്നുള്ളൂ. ഈസി ആയിട്ട് 2 സൈഡിൽ നിന്നും ഇങ്ങനെ കീറിയിടിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതിൻ്റെ മിഡ് സ്റ്റെമ്മ് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാ സ്റ്റെംസിൻ്റെ ലീഫ് ഇതുപോലെ എളുപ്പത്തിൽ ഇങ്ങനെ പറിച്ചെടുക്കാം. അങ്ങനെ ലീഫെല്ലാം പറിച്ചെടുത്തു. കണ്ട ഇതുപോലത്തെ ഒരു അരിപ്പ പാത്രത്തിൽ നിറച്ചുണ്ട് എൻ്റെ കയ്യിൽ. ഇനി ഇത് നന്നായിട്ട് കഴുകണം. അപ്പോൾ പൈപ്പിൻ്റെ അടിയിൽ വെച്ച് നമുക്ക് ഇത് തിരുമ്പിക്കൊണ്ട് നന്നായിട്ട് കഴുകണം. അരിപ്പ പാത്രത്തിൽ ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ അതൊന്നും കൂടി ടെൻഡറാവും അതിൻ്റെ ഇലകൾ. ഇത് വളരെ ടഫായിട്ടുള്ളൊരു ലീഫാണ്. പെട്ടെന്നൊന്നും അങ്ങനെ ഡാമേജ് ആയി പോവില്ല. നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്യാം. നന്നായി കഴുകി റിൻസ് ചെയ്ത് അതിൽ അഴുക്കൊന്നും പാടില്ല. കഴുകിയതിന് ശേഷം ഇതിലത്തെ വെള്ളം നന്നായിട്ട് കളയണം. സാലഡ് സ്പിന്നർ ഉണ്ടെങ്കിൽ അതിലിട്ട് കറക്കാം. അല്ലെങ്കിൽ ഇതുപോലെ അരിപ്പ പാത്രത്തിലിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, പക്ഷെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത പോലത്തെ ടെക്സ്ചർ കിട്ടണം. അതിനുവേണ്ടി ഞാൻ ചെറിയ ഫുഡ് പ്രോസസ്സറിൽ ആഡ് ചെയ്തിട്ട് ചെറിയ ബാച്ചസ് ആയിട്ട് ഇതുപോലെ 2-3 പൾസ് അത്രയും മതി. അപ്പോൾ ഒരു ചോപ്പ് ചെയ്ത ടെക്സ്ചർ കിട്ടും. അങ്ങനെ ബാച്ചസ് ആയിട്ട് നമുക്ക് ഇത് മുഴുവൻ ചെയ്യാം. കണ്ടില്ലേ ഇതിൻ്റെ ഒരു ടെക്സ്ചർ? തീരെ പൊടിയായി പോകരുത്. ചെറിയ ഇലകൾ ഇങ്ങനെ ചോപ്പ് ചെയ്ത പോലെ ഇരിക്കണം. അങ്ങനെ അപ്പോൾ ഇത് ബാച്ചസ് ആയിട്ട് മുഴുവൻ ചെയ്യാം. പിന്നെ ഓരോ ബാച്ചസ് ഒരുപാട് ടൈറ്റായിട്ട് പ്രോസസ്സറിൽ പാക്ക് ചെയ്യരുത്. അങ്ങനെ മുഴുവൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഇതിൻ്റെ ഒരു ടെക്സ്ചർ? ഓരോ ഇലകൾ ഏകദേശം ഈ ഒരു സൈസ് കാണും. 2-3 പൾസ് പാടുള്ളൂ ഓരോ ബാച്ചസും. ഇനിയിപ്പോൾ ഇതുപോലത്തെ ചോപ്പർ ഇല്ലെങ്കിൽ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിന് വേണ്ടി ആവശ്യമുള്ള ഒരു 8-10 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, 1/4 ടീസ്പൂൺ കടുക്. ഇനി നമുക്ക് ഉണ്ടാക്കാം കെയിൽ തോരൻ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വൈഡ് ആയിട്ടുള്ളൊരു നോൺ സ്റ്റിക്ക് പാനാണ്. ഇതുപോലെ നല്ല സർഫസ് ഏരിയ ഉള്ള ഇതുപോലത്തെ ഒരു പാൻ ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്. സൈഡിൽ കുറച്ച് ഹൈറ്റ് ഉള്ളതും സർഫസ് ഏരിയ ഇത്തിരി പരന്നതായിരിക്കണം. സാധാരണ ചീനച്ചട്ടിനേക്കാളും നല്ലത് ഇങ്ങനത്തെയാണ്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ പിന്നെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. ആദ്യം ഇത്രയും ആഡ് ചെയ്തിട്ട്
കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിൽ ഉള്ളിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. ആ കളറ് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഓരോ പിടി കെയിലിട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഡ്രൈ ആവാൻ പാടില്ല. എന്നിട്ടൊരു 10 സെക്കൻഡ് ഇത് ഫ്രൈ ചെയ്യാം. അടുത്ത പിടി ചേർക്കുന്നതിന് മുമ്പ് ഓരോ പ്രാവശ്യം ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒറ്റയടിക്ക് എല്ലാം കൂടി ചേർക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. 10 സെക്കൻഡിൽ ഓരോ ബാച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ കേലിന് ഒരു പച്ചമണം ഉണ്ടാവും. ഇതിങ്ങനെ കുക്ക് ചെയ്ത് വരുമ്പോൾ ആ പച്ചമണം പതുക്കെ മാറി വരും. കളറ് ചെറുതായിട്ടൊന്ന് മാറും. അതുപോലെ കേലിൻ്റെ ഒരു ടഫായിട്ടുള്ള ഇലകൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അങ്ങനെ കേല് മുഴുവൻ ചേർത്തു. ഇതുപോലെ തന്നെ ബാച്ചസ് ആയിട്ട് ചേർത്ത് ഫ്രൈ ചെയ്ത് ഒന്ന് സോഫൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഗാർലിക് പൗഡർ ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അതില്ലെങ്കിൽ വെളുത്തുള്ളി മിക്സ് ചെയ്തത് ഉള്ളിയുടെ ഒപ്പം ചേർത്താലും കുഴപ്പമില്ല. മിക്സ് ചെയ്തതിന് ശേഷം ഈ കേല് സൈഡിലേക്ക് ഇങ്ങനെ നീക്കാം. നടുക്ക് 1.5 കപ്പ് ചെറിയ തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ സൈഡ്സിൽ നിന്ന് കയറ്റിയിട്ട് നമുക്ക് ആ തേങ്ങ ഒന്ന് പൊതിഞ്ഞു കൊടുക്കണം. നന്നായിട്ട് ടൈറ്റായിട്ട് പൊതിഞ്ഞു കൊടുക്കണം. ഇതുപോലെ ഒരു കുന്നുണ്ടാക്കിയിട്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് സ്റ്റീം ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ ആവി കയറാൻ വേണ്ടിയിട്ടാണ്. കേലും സോഫ്റ്റ് ആവും, തേങ്ങ ഒന്ന് സ്റ്റീമായി വരും. എന്നിട്ട് ഫ്ലെയിം ഇൻക്രീസ് ചെയ്തിട്ട് നന്നായിട്ട് സ്പീഡിൽ ഇതൊന്ന് സ്റ്റർ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കേലിന് പെട്ടെന്ന് ഉപ്പ് കൂടി പോവും. അതുകൊണ്ട് ആദ്യം വളരെ കുറച്ച് ചേർത്ത് ഒന്ന് നന്നായിട്ട് സ്റ്റർ ചെയ്ത് പിന്നെയും ഫ്രൈ ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക. ഉപ്പ് പാകത്തിന് ഇട്ടാൽ മതി. അപ്പോൾ ഇപ്പോൾ കേലിൻ്റെ ആ പച്ചമണമൊക്കെ മാറി നല്ല സോഫ്റ്റുമായിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ കേൽ തോരന്. കുറച്ചും കൂടി നേരം കഴിയുമ്പോൾ അത് നല്ല ടെൻഡറാവും. ഇതുപോലെ കളർ ഒന്നും കൂടി മാറും. കഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഒന്നും കൂടി സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ കേൽ തോരൻ റെഡിയാണ്. ഏറ്റവും അവസാനം കുറച്ചും കൂടി വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചേർക്കാം. അപ്പം നമ്മുടെ കേൽ തോരൻ റെഡിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കേൽ തോരൻ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്നതാണ് അതിൻ്റെ അതിശയം. എൻ്റെ കുട്ടികൾ ചീര ഒന്നും കഴിക്കാറില്ല, പക്ഷേ കേൽ തോരൻ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റ് ഇഷ്ടമാണ്. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കേലിന്. നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ ഈ തോരൻ തന്നെ ഞാനൊരു പ്രാവശ്യം സാലഡായിട്ട് സെർവ് ചെയ്തു. ഇത് തണുക്കാൻ വെച്ചു. എന്നിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്ത ആപ്പിൾ, വാൾനട്ട്സും പിന്നെ ഡ്രൈഡ് ക്രാൻബെറിയും കൂടി ചേർത്ത് ഒരു പ്രത്യേക തരം സൈഡ് സാലഡുമായി അത്. അപ്പോൾ അതും പലർക്കും ഇഷ്ടമായിട്ടുണ്ട്. കേൽ തോരൻ ഉണ്ടാക്കി നോക്കിയാൽ വിവരം അറിയിക്കണം കേട്ടോ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.